ലോകകപ്പിലെ അത്യുഗ്രം പ്രകടനത്തിന് ശേഷം നോർവേ ടീമിന് നാട്ടിൽ വീരോചിത സ്വീകരണമാണ് ആ രാജ്യം നൽകിയത്. 34 വർഷങ്ങൾക്ക് ശേഷം ടീമിന് യോഗ്യത കിട്ടി. ആദ്യ ലോകകപ്പായിരുന്നു അത്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. പക്ഷേ ആ ടീം നടത്തിയ പോരാട്ടം, അതിനുള്ള അഭിനന്ദനമാണ് ആ രാജ്യം ഒന്നായി അവർക്ക് നൽകി. വൈക്കിംഗ് പട അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയ അന്നു മുതൽ ടീമിനൊപ്പം കൂടെ കൂടിയതാണ് ആരാധകർ. ടീമിന്റെ വിജയത്തിലും പരാജയത്തിലും അവരുണ്ടായിരുന്നു കൂടെ. 34 വർഷത്തിനു ശേഷമാണ് നോർവേക്ക് ലോകകപ്പിന് ഇക്കുറി യോഗ്യത ലഭിച്ചത്. ഫ്രാൻസ്, സെനഗൽ, ഇറാഖ് ഉൾപ്പെട്ട ഗ്രൂപ്പ് ഐയിലായിരുന്നു നോർവേ. ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്താണ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ മികവിലായിരുന്നു ടീം മുന്നേറിയത്. ഹാലൻഡ് ഈ ലോകകപ്പിലാകെ 7 ഗോളാണ് അടിച്ചത്. പ്രീ ക്വാർട്ടറിൽ ശക്തരായ ബ്രസീലിനെ തകർത്താണ് ടീം ക്വാർട്ടറിലെത്തിയത്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ തോൽവി വരിക്കേണ്ടി വന്നു. സ്വന്തം രാജ്യത്ത് തിരികെ എത്തിയ തങ്ങളുടെ ടീമിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് രാജ്യം അവരെ വരവേറ്റത്. ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യത്ത് വന്ന ടീമിനെ പിന്നീട് ഓസ്ലോയിലെ റോയൽ പാലസിന്റെ മുന്നിൽ തടിച്ചുകൂടിയ ആരാധകർ വൻ കരഘോഷങ്ങളോടെയാണ് തങ്ങളുടെ താരങ്ങളെ സ്വീകരിച്ചത്. ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ടീം അംഗങ്ങൾ വെക്കിങ്സന്റെ മുഖമുദ്രയായ വൈക്കിംഗ് റോ അനുകരിച്ചു. നോർവേ ആരാധകർ വൈക്കിംഗ് റോ ലോകമെമ്പാടും തരംഗമാക്കിയിരുന്നു. തങ്ങൾക്ക് ആരാധകർ നൽകിയ സ്നേഹത്തിന്റെ നന്ദി പ്രകടമാക്കിയാണ് ടീം അംഗങ്ങൾ വൈക്കിംഗ് റോ അനുകരിച്ചത്. ടീം അംഗങ്ങൾ വൈക്കിംഗ് റോ അനുകരിച്ചത് നോർവേ രാജകുമാരൻ ഹക്കൂണിന്റെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ്. കൊട്ടാരത്തിലെ സ്വീകരണത്തിന് ശേഷം ടീം അംഗങ്ങളെ തുറന്ന ബസിൽ ഓസ്ലോയിലെ നഗരവീഥിയിലൂടെ ആനയിച്ചു. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.